സോ വെൽക്കം വൺസ് അഗെയിൻ. നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2-3 കണക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 പ്രോബ്ലം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യം 3 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തു. ഓക്കെ, ദെൻ 4th ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ട് ദി ഡിപ്രീസിയേഷൻ അലവൻസ് അലവബിൾ ടു മിസ്റ്റർ എ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന്, റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ 1st April 2019 3,60,000 മെഷീനറീൻ്റെ തന്നിട്ടുള്ളത്. അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 1/8/2019 വാങ്ങിയിട്ടുണ്ട് ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വാങ്ങിയിട്ടുണ്ട്. 85,000 രൂപയാണ് അതിൻ്റെ എമൗണ്ട് പറയുന്നത്. കോസ്റ്റ് ഓഫ് മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1/1/2020 ബട്ട് നോട്ട് ഇൻസ്റ്റാൾഡ് ഡ്യൂറിങ് ദി ഇയർ. 60,000 വീണ്ടും വാങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളൂ, വീണ്ടും വാങ്ങിയിട്ടുണ്ട്. സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് മെഷീനറി വിച്ച് വേർ ഒറിജിനലി ബോട്ട് ഓൺ 1/4/2017 ഫോർ ₹84,000 1 lakh. ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. 1/4/2017 84,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന മെഷീനറി അത് 1,00,000 വിറ്റു. അപ്പോൾ നമ്മളിത് എത്ര റുപ്യക്ക് വാങ്ങിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല, എത്ര റുപ്യക്കാണ് വിറ്റത്, ഇതാണ് സെയിൽ പ്രൈസ്, 1,00,000. അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ മെഷീനറി ഡിസ്ട്രോയിഡ് ഇൻ എ ഫയർ ആക്സിഡൻറ്റ് 30/3/2020 സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 25,000 ആയിരുന്നു അത് വാങ്ങുന്ന സമയത്ത്. 1/4/2018 വാങ്ങിയതെന്ന് പറഞ്ഞു. ഓക്കെ, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇൻഷുറൻസ് ആയിട്ട് അത് നശിച്ചു പോയിനല്ലോ അല്ലേ, 15,000 റുപ്യ ഇൻഷുറൻസ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ റേറ്റ് 15,000 തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? ഒക്കെ മെഷീനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെഷീനറി വാങ്ങുന്നു, വിൽക്കുന്നു, കുറേ ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിന് ഇൻഷുറൻസ് കമ്പനി കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടുന്നു അല്ലേ. ഇതാണ് മെഷീനറി എന്ന് പറയുന്നതിൻ്റെ 15% ആണ് മെഷീനറീൻ്റെ കോമൺ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ. അതാണ് ഈ തന്നിരിക്കുന്ന 15%. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്ലോക്കാക്കി തിരിക്കാനൊന്നുമില്ല, ഒക്കെ മെഷീനറി തന്നെയാണ്, അതുകൊണ്ട് ഒരൊറ്റ ബ്ലോക്ക് തന്നെ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കൂ, ഇവിടെ കമ്പ്യൂട്ടേഷൻ ഡിപ്രീസിയേഷൻ ഒരു ഹെഡിങ് കൊടുത്തുന്നു. റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 1/4/2019 വാങ്ങിയിട്ടുള്ള ആ മെഷീനറിയുടെ റിട്ടേൺ ഓൺ വാല്യൂ 3,60,000 ക്വസ്റ്റ്യനിലുണ്ട്, നമ്മൾ കണ്ടതാണ്. നമ്മൾ വീണ്ടും 1/8 മെഷീനറി വാങ്ങിയിട്ടുണ്ട്. അഡീഷണൽ മെഷീനറി 85,000 ആയിരുന്നു അതിൻ്റെ വില. അതാണ് നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ അങ്ങനെ കൊടുത്തത്. ഓക്കെ, ദെൻ അപ്പോൾ ടോട്ടൽ എത്രയായി? 4,45,000 ആണ്. ദെൻ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 1,00,000 റുപ്യക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് എഴുതിയെടുക്കാൻ കേട്ടോ, എന്നിട്ടാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വരേണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ദെൻ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1,00,000. ഇൻഷുറൻസ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തിട്ടുണ്ട്? ഒരു 15,000 റുപ്യ കിട്ടിയിട്ടുണ്ട്. അതും സെയിൽ പോലെ തന്നെ പരിഗണിച്ചാൽ മതി, രണ്ടും നമ്മളെ കയ്യിലേക്ക് വരികയാണല്ലോ. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 1,00,000 നമ്മളെ കയ്യിലേക്ക് വരുന്നു, ഇൻഷുറൻസ് കമ്പനീൻ്റെ എമൗണ്ട് ആണെങ്കിൽ അതും നമ്മളെ കയ്യിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൊടുക്കാൻ കാരണം. രണ്ടും കുറയ്ക്കാം കേട്ടോ, സെല്ലിംഗ് പ്രൈസും അതുപോലെ എന്തെങ്കിലും ഇനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി അതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ മൊത്തം ഇവിടെ ഒരു 1,00,000 ഒരു 15,000 കൂട്ടി 1,15,000 ഇതൊന്ന് കുറച്ചാൽ ബാക്കിയുള്ള ഫിഗർ എത്രയാണ്? 3,30,000. ഈ 3,30,000 പുറത്താണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഡിപ്രീസിയേഷൻ കാണേണ്ടത്. ഓക്കെ, ഈ സംഭവം നമ്മൾ ആ ഫോർമാറ്റ് വെച്ച് ചെയ്തതാണ്. റിട്ടേൺ ഓൺ വാല്യൂ അഡീഷണൽ ആഡ് ചെയ്തു, സെല്ലിംഗ് പ്രൈസ് കുറച്ചു. ഓക്കെ, അപ്പോൾ 3,30,000 കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ 3,30,000 ഡിപ്രീസിയേഷൻ 15%.
49,500. അപ്പോൾ ഒറ്റ ഒരു പ്രക്രിയ കൊണ്ട് ഇവിടെ തീരേണ്ടതാണ്. പിന്നെ എന്താ ഇവിടെ വീണ്ടും ഒരു അഡീഷണൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്? അതാണ് ഇതിൻ്റെ പ്രത്യേകത. മെഷീനറിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു അഡീഷണൽ മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങുകയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? അഡീഷണൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. 20% ചാർജ്. അത് മെഷീനറിക്ക് മാത്രമുള്ള, വേറെ ഒരു അസറ്റിന് നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനുള്ള വകുപ്പില്ല. ഓക്കെ, അപ്പോൾ എന്തുണ്ട്? 20%. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20 തന്നെ നിങ്ങൾ ചിലപ്പം 10 പോകും. എപ്പോഴാണ് 10 ഈ ഒരു അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾ 180 ദിവസത്തിൽ താഴെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ. പക്ഷേ നമുക്കറിയാം ഈ കണക്കിൽ എന്തില്ല, ഇത് 180 മേലെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുക, നമ്മൾ ഈ അഡീഷണൽ മെഷീനറി എന്താണ്? ദ കോസ്റ്റ് ഓഫ് മെഷീനറി അഡീഷണൽ ടു പ്ലാന്റ് മെയ്ഡ് ഓൺ 1/8/2019. 8 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ്. അപ്പോൾ 1/8 ഓഗസ്റ്റ് 1. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അത് 180 ദിവസത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫുള്ള് ഡിപ്രീസിയേഷന് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ എന്താണ്? വീണ്ടും 20% അഡീഷണൽ വേണ്ടി വരിക. ആ 20 കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ആ 85,000 അഡീഷണൽ വാങ്ങിയത്. അതിൻ്റെ പുറത്ത് 20%, 17,000. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങളിതിനോടുകൂടി കൂട്ടണം. ടോട്ടൽ 66,500. ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ഓർക്കാം. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ നമുക്ക് എത്രയാണ്? 66,500 കേട്ടോ. ഈ 66,500 നമ്മൾ മുകളിലുള്ള അതിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ ഫിഗറിൽ നിന്ന് മൈനസ് ചെയ്താൽ ഇപ്പോൾ അതിൻ്റെ ആ മെഷീനറിൻ്റെ വില എത്രയാണ്? 2,63,500. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കണക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് എന്താണ്, ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെക്സ്റ്റ് അതിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ എത്രയാണ്? 2,63,500 നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റും. ഇനി ഈ ഒരു എമൗണ്ടിൻ്റെ പുറത്താണ് ഇനി നമ്മൾ അടുത്ത വർഷം കണക്കൊക്കെ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെ മെഷീനറിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അഡീഷണൽ മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% വരെ നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ നിങ്ങൾ എന്താണ് 180 ദിവസത്തിൽ താഴെ മാത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 20 എന്താവും? 10 ആകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആ കണക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കണക്ക്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഇതിൽ വരുന്ന മറ്റൊരു സംശയം, എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സാധനം നമ്മളിവിടെ പരിഗണിക്കാതെ പോയതെന്നാണ്. ഒരു 60,000 മുതലുണ്ട് ഇവിടെ അല്ലേ? കോസ്റ്റ് ഓഫ് മെഷീനറി പർച്ചേസ്ഡ് 1/1/2020 വാങ്ങിയത്. അതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, നോട്ട് ഇൻസ്റ്റാൾഡ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു സാധനത്തിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തേയ്മാനം സാധാരണഗതിയിൽ മെഷീനറിയുടെ കാര്യത്തിലൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഒരു കണക്ക് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നിങ്ങൾക്ക് ഇത് അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മിസ്റ്റർ സഞ്ജയ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ 5th June 2017. ജൂൺ മാസം എന്ന് പറയുമ്പോൾ 6ാമത്തെ മാസം, 5/6/2017. 4 ലക്ഷത്തിന് ഒരു മെഷീൻ വാങ്ങുകയാണ്. എന്താണ് അത് വിറ്റിട്ടോ. ആ മെഷീനറി വിൽക്കുകയാണ് 1st April 2019. എത്രയ്ക്ക്? 2,60,000 വിൽക്കുകയാണ്. ഹി എഗെയിൻ അക്വയർഡ്, വീണ്ടും ആ സെയിം മെഷീനറി തന്നെ വാങ്ങുകയാണ്. എത്രയാണ്? 3 ലക്ഷത്തിന്. 5th June 2019 അത് വാങ്ങുന്നത്. അപ്പോൾ ഒരു ആ മെഷീനറി വാങ്ങുന്നു, അത് വിൽക്കുന്നു, വീണ്ടും അതന്നെ വാങ്ങുകയാണ്. ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനല്ല. നമ്മൾ പറഞ്ഞു വാട്ട് വിൽ ബി ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെഷീനറിയുടെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം 15%. എങ്ങനെയാണ് നമ്മളിതിലേക്ക് ആൻസറിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കൂ.
കമ്പ്യൂട്ടേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെഷീൻ. നമ്മൾ ഹെഡിങ് ജസ്റ്റ് ഒന്ന് മാറ്റി, യഥാർത്ഥത്തിൽ ആക്ച്വൽ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റി. ഓക്കെ, പ്രീവിയസ് ഇയർ 2019-20. കോസ്റ്റ് ആസ് പെർ 5/6/2015. 5/6/2015 ഇത് വാങ്ങുമ്പോൾ ജൂൺ മാസത്തിലാണ് വാങ്ങി, നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞു അല്ലേ, 5/6/2015. അത് 4 ലക്ഷത്തിനാണ് വാങ്ങിച്ചത്. 2017 ഓർക്കണം. 2017-18 കാലഘട്ടങ്ങളിൽ അപ്പോൾ അത് ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ടും ആ അസറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. 15% ഡിപ്രീസിയേഷൻ. അതാണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. ലെസ് ഡിപ്രീസിയേഷൻ ഫോർ പ്രീവിയസ് ഇയർ 2017-18. 15%. ഈ 4 ലക്ഷത്തിൻ്റെ 15%ആണ് 60,000 കേട്ടോ. അത് കുറച്ചു. അപ്പോൾ എത്രയായി അതിൻ്റെ വില? കുറഞ്ഞു. 3,40,000 ആയി അതിൻ്റെ വില. അതാണ് 2018-19 ഇപ്പം അതിൻ്റെ വില അത്രയുള്ളൂ. വീണ്ടും 2018-19 ഉപയോഗിക്കുന്നു. അപ്പോൾ വീണ്ടും അതിന് 15% ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഈ 3,40,000-ൻ്റെ 15%ആണ് ഈ 51,000. അങ്ങനെ ആ 3,40,000 നിന്ന് 51,000 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 2,89,000. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇയറിൽ 2019-20 റിട്ടേൺ ഡൗൺ വാല്യൂ അതിൻ്റെത്. ഈ മോഡലാണ് ഇയാൾ എത്രയ്ക്ക് വാങ്ങുന്നത്? ഈ ചങ്ങായി 3 ലക്ഷത്തിന് വാങ്ങുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ കോസ്റ്റ് എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ആക്ച്വൽ കോസ്റ്റ് ഏതാണോ കുറവ് നോക്കണം. അക്വിസിഷൻ കോസ്റ്റ്, ഇത് രണ്ടിൽ ഏതാണോ കുറവ് അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 ലക്ഷം 2,89,000 ഉണ്ട്. നമ്മൾ 2,89,000 പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇത് ആക്ച്വൽ കോസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വൽ കോസ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഡൗൺ വാല്യൂ പ്രീവിയസ് ഇയറിൽ എത്രയാണെന്നുള്ളത് അതുവരെ നമ്മൾ കണ്ടുവയ്ക്കും. ദെൻ കോസ്റ്റ് ഓഫ് റീ അക്വിസിഷൻ വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എമൗണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു മോഡലൊക്കെയാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലൊക്കെ കണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് മാത്രം നമ്മൾ 4-5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.